ഈസി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുമാണ് ഇനി വരാൻ പോകുന്ന എക്സാം. 10th പ്രിലിംസ് LGS കമ്പനി ബോർഡ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അയച്ചു കാണും വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്കിപ്പോൾ തന്നെ ആവർത്തന ചോദ്യങ്ങൾ പഠിച്ചു തുടങ്ങാം. ഏറ്റവും ബേസിക്കായതാണ് ആവർത്തന ചോദ്യങ്ങൾ എന്ന് പറയുക. കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. അത് വെച്ച് നമുക്ക് പിന്നീട് റാങ്ക് ഫയലിലൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും മിനിമം ഒരു 10-25 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, അത് നമുക്ക് എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അവിടുത്തെ കുറേ റിപ്പീറ്റേഷൻ വരികയും ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ എക്സാമിൻ്റെ പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 29/2021. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 ആണ്. 2, 3, 4 ഒക്കെ പുറകെ നമുക്ക് പഠിക്കാം. ഓക്കെ, നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ആൻസർ ബ്രസീൽ. ബ്രസീൽ, ഫ്രാൻസ്, ഈജിപ്റ്റ്, ഇറാൻ എന്നിവയുണ്ടതിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമാണ് ബ്രസീൽ. ബ്രസീൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ആൻസർ 8 4 ഡിഗ്രി നോർത്ത്, 37 6 ഡിഗ്രി നോർത്താണ് വരുന്നത്. 8 4 37 6 ആണ് വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. കാണാതെ പഠിക്കുക, ഒരു പരിധി വരെ മനസ്സിലാക്കിയും പഠിക്കുക. നെക്സ്റ്റ്, ചിലത് നമുക്ക് കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ളത് അതുപോലെയും പഠിക്കാം. നെക്സ്റ്റ്, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ആൻസർ കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ്. കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി എന്നിവയുണ്ട്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ആൻസർ നർമ്മദയാണ്. നർമ്മദയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സിന്ധു. സിന്ധു നദിക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ സ്ഥിതി ചെയ്യുക. അപ്പോൾ സിന്ധു നദിക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? മൺസൂൺ എന്ന വാക്ക് ഇന്ത്യയിലെ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആൻസർ അറബി. മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, കാൽ ബൈശാഖി എന്നത് എന്താണ്? കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? കാറ്റാണോ, നൃത്തമാണോ, മേഘമാണോ, ഉത്സവമാണോ? കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാറ്റാണ്. കാൽ ബൈശാഖി എന്ന് പറയുന്നത് ഒരു കാറ്റാണ്. കാറ്റാണെന്ത്? കാൽ ബൈശാഖി. കാൽ ബൈശാഖി എന്നത് കാറ്റാണ്. അസമിലെ കാശിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിൻ്റെ പ്രസിദ്ധമാണ്? അസമിലെ കാശിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഏത് മൃഗത്തിനാണ്? ആൻസർ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എന്ന മൃഗത്തിനാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം പ്രസിദ്ധമായിട്ടുള്ളത്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ആ മൃഗത്തിന് വേണ്ടിയാണ് അസമിലെ കാസിരംഗ ദേശീയോദ്യാനം പ്രസിദ്ധമായത്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെയാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം.
ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ? ആൻസർ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ. വാസ്കോ ഡ ഗാമയാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ. ഓക്കെ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? 1858. 1858 ഝാൻസി റാണി മരിക്കുന്നത്. 1858 ഝാൻസി റാണി മരിക്കുന്നത്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആൻസർ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ ബ്രഹ്മസമാജം. ആൻസർ ബ്രഹ്മസമാജം. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. മത സാമൂഹിക പരിഷ്കരണ രംഗത്താണ് ഏത് വരുന്നത്? ബ്രഹ്മസമാജം. മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് വരുന്ന പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? വർഷം 1817. 1815 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ. 17 ബി. ഓക്കെ. ആത്മീയ സഭ 15 ഉറപ്പാണത്. 1815 ആത്മീയ സഭ രൂപീകരിക്കുക. 1815 ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. 1815 ആത്മീയ സഭ രൂപീകരിക്കുക. ആത്മീയ സഭ 1815 രൂപീകരിച്ചിട്ടുള്ളത്. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓക്കെ അല്ലേ? ഇനി പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ. പയ്യന്നൂരിൽ നിന്ന് ഓർത്തിരിക്കുക. 4ാം അഖില കേരള രാഷ്ട്രീയ പ്രസ്ഥാനം ഓർത്തിരിക്കുക. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? അല്ലേ? ആദ്യത്തേത് ഏതായിരുന്നു? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. അല്ലേ? ചമ്പാരനാണ് ഗാന്ധിജി ആദ്യമായി നടത്തിയ സത്യാഗ്രഹം. 17 അല്ലേ? 17 1917 വരിക. 17 ചമ്പാരൻ 7. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം അതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അല്ലേ? ചമ്പാരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹം. ആദ്യത്തേതാണിത് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ചമ്പാരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതി രാധാകൃഷ്ണനായിരുന്നു. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി?
ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈനാണ് ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ വ്യക്തി സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഗവർണർ ടു പ്രസിഡൻ്റാണ് ആര്? സക്കീർ ഹുസൈൻ അല്ലേ? ആദ്യത്തെ വ്യക്തി. ഗവർണർ ടു പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ്? സക്കീർ ഹുസൈൻ. ഗവർണർ ടു പ്രസിഡൻ്റായ വ്യക്തി ആരാണ്? സക്കീർ ഹുസൈൻ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആരാണ് വരുന്നത്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങളില്ലേ? മൗലിക അവകാശങ്ങൾ. 2 പൗരത്വം, 3 മൗലിക അവകാശങ്ങൾ അല്ലേ? 4 2 പൗരത്വം, 3 മൗലിക അവകാശങ്ങൾ ആകുന്നു. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണ്? ഏത് ഭേദഗതിയാണ്? 24-ാം ഭേദഗതി. 24th ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കുക 44-ാം ഭരണഘടനാ ഭേദഗതി പഠിച്ചു വെച്ചേക്കുക, മറക്കരുത്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. അവസര സമത്വം. ആൻസർ അനുച്ഛേദം 16. അവസര സമത്വം 16. അവസരങ്ങൾ 16. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്തൊന്നും ചെയ്യാനൊക്കാത്ത വരുന്ന സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരം? ആ സമയത്ത് മൗലികാവകാശങ്ങൾ കൂടി നിഷേധിക്കപ്പെടുന്നുണ്ട്. അത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359 പ്രകാരമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് 359-ാം വകുപ്പ് പ്രകാരം മൗലികാവകാശങ്ങൾ കൂടി നിഷേധിക്കപ്പെടുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് 359-ാം വകുപ്പ് പ്രകാരം മൗലികാവകാശങ്ങൾ കൂടിയാണ് നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. നിലവിൽ വന്ന വർഷം ഏതാണ്? 1993. മനുഷ്യ അവകാശ സംരക്ഷണ നിയമം 93. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ആൻസർ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തതാരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരൊക്കെയാണ്? ഇവിടെ ആരൊക്കെയുണ്ട്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണുണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സണുണ്ട്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സണുമുണ്ട്. ആൻസർ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത ആര് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? കമ്മിറ്റി ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി. സംസ്ഥാനമൊക്കെ വരുമ്പോൾ ഓർക്കുക മുഖ്യമന്ത്രി ആയിരിക്കും ഏകദേശം. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. പുരുഷ അംഗം ആരാണ്? അലോക് റാവത്താണ്. കേരളത്തിന് ഇനിയാണ് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? എത്ര ശതമാനമാണ് കേരളം? ആൻസർ 1.18. ഇന്ത്യയുടെ ആകെയുള്ളതിൽ 1.18 മാത്രമേ വരുന്നുള്ളൂ? കേരളം വരുന്നുള്ളൂ അല്ലേ? ആകെയുള്ള ഇന്ത്യയുടെ ഭൂപടത്തിലെടുത്താൽ 1.18
0.8% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം കിടക്കുന്നത്. ഓക്കെ, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. കളിമണ്ണ് കൂടുതൽ എവിടെയാണ് കാണപ്പെടുക? എവിടെയാണ്? കുണ്ടറയിലാണ് കളിമൺ നിക്ഷേപമുള്ളത്. കുണ്ടറയിലാണ് കളിമൺ നിക്ഷേപം. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതുപോലെ അറിയപ്പെടുന്നു? മണ്ണിനെക്കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം എവിടെയാണ്? സിംഹവാലൻ കുരങ്ങുകൾ ഇപ്പോൾ മൺമറിഞ്ഞ് വെച്ചാൽ നമ്പർ കുറവാണ് അതിൻ്റെ, അല്ലേ? എത്രയും പെട്ടെന്ന് മൺമറിഞ്ഞ് പോകാൻ നമ്പറുകൾ അവശേഷിക്കുക ഒന്നും തന്നെ ഉണ്ടാവത്തില്ല, അല്ലേ? അവർ മുഴുവൻ ചത്തൊടുങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലേ? അതാണ് വംശനാശ ഭീഷണി എന്ന് പറയുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം എവിടെയാണ്? സൈലൻറ്റ് വാലി, അല്ലേ? അതെവിടെയാണ്? പാലക്കാട് ജില്ല. സൈലൻറ്റ് വാലി, സിംഹവാലൻ കുരങ്ങുകൾ, പാലക്കാട് ജില്ല. ഓക്കെ, സിംഹവാലൻ കുരങ്ങുകൾ, സൈലൻറ്റ് വാലി. അവിടെ വേറൊന്നുകൂടി ഒന്ന് ഓർത്തു നോക്കാം. ഏതുകൊണ്ടുകൂടി ഓർക്കാം, അല്ലേ? വെടിപ്ലവയുടെ സാന്നിധ്യമുണ്ട്. ചീവീടുകൾ, വെടിപ്ലവൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ ചീവീടില്ല. നെക്സ്റ്റ്, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമയും കൃതികയും കൈത്തറിയാണ്. കൃതിക, തനിമ കൈത്തറിക്ക് വരും. ഓക്കെ, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിസ്റ്റ് പ്രോജക്റ്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏതാണ്? നീണ്ടകര. നീണ്ടകര ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ്. നീണ്ടകര എന്ന് വെച്ചാൽ നീണ്ടകര. ഫിഷറീസിൻ്റെ കരയിൽ വന്ന് മീനടിയും, ഫിഷറീസ്. ഓക്കെ, ഫിഷുകളടിയും. ഇൻഡോ നോർവീജിയൻ നീണ്ടകര. ഫിഷറീസ് എന്ന് പറയുമ്പോൾ നീണ്ട കരയിൽ വന്ന് മീനടിയുന്നു, ഓർക്കുക. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഇവിടെ വരുന്നത് നീണ്ടകരയിലാണ് വരിക. ഓക്കെ, നീണ്ടകരയിലാണ്. ഓക്കെ, ആ വഴി പോകുമ്പോൾ ഇങ്ങനെ ഒരു പാലം കയറിയാണ് നമ്മൾ അപ്പുറത്തേലോട്ട് പോകുമ്പോൾ, അല്ലേ? ആ പാലത്തിലെത്തുമ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഓർമ്മ വരും. നല്ല സ്മെല്ല്, മീനിൻ്റെ സ്മെല്ലിങ്ങനെ, ഉണക്കമീൻ്റെ അല്ലാത്ത മീനിൻ്റെയൊക്കെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ചാടി എണ്ണുക, ഈ സ്മെല്ലിങ്ങനെ അടിച്ച് കയറുമ്പോൾ നമ്മൾ സ്ഥലമായെന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് നീണ്ടകര എന്നുള്ള ആ പ്ലേസ് പാലം കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നെക്സ്റ്റ് വരുന്നത്, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആരാണത്? ബ്രഹ്മപുരം. ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. ഓക്കെ, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം, കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിൽ എവിടെയാണ്? നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ദേശീയപാത 183 എവിടെയൊക്കെയാണത്? ഡിണ്ടിഗൽ, കൊല്ലം, അല്ലേ? ഡിണ്ടിഗൽ ഇപ്പോൾ അതൊക്കെ പ്രസിദ്ധമല്ല. ഡിണ്ടിഗൽ കൊല്ലമാണ് 183. ഡിണ്ടിഗൽ കൊല്ലം 183 ദേശീയപാത. കേരളത്തിലെ വിവേകാനന്ദൻ ആരാണ്? ആഗമാനന്ദ സ്വാമി. 1114, അല്ലേ? 1114 എന്നല്ല വായിക്കും. ഓക്കെ, തെറ്റിപ്പോയി എനിക്കല്ലേ. നെക്സ്റ്റ്, 1114 കഥ എന്ന കൃതി. ഇപ്പോൾ അതിൻ്റെ കൃതിയുടെ പേരെന്താണ്? 1114 കഥ. ആ കൃതി രചിച്ചത് ആരാണ്, അല്ലേ? ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കിന് അക്കമ്മ ചെറിയാൻ, അല്ലേ? അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അക്കമ്മ ചെറിയാൻ എന്ന കൃതി രചിച്ചത് ആരാണെന്നുണ്ട്. 1114 കഥ, അത് മീര, അല്ലേ? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആദ്യ വനിത ആരാണത്? ആക്ടിംഗ് പ്രസിഡൻ്റ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആദ്യത്തെ വനിത അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. ഓക്കെ,
അയ്യങ്കാളി ഒക്കെ ഇവിടെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ, തിരുവനന്തപുരം വെങ്ങാനൂർ. 1833 1833 1833 ശുചീന്ദ്ര രഥോത്സവത്തിന് ശുചീന്ദ്രം അല്ലേ കൈമുക്ക്, ശുചീന്ദ്രം കൈമുക്ക് എന്ന് കേട്ടിട്ടില്ലേ? ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് അല്ലേ? ആറ്റിങ്ങൽ കലാപമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എപ്പോഴും. സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപമാണെന്നൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ ചോദ്യം നോക്കിക്കോളൂ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ച് അമർത്തിയത്? എവിടെയാണ്? തലശ്ശേരി അല്ലേ? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഇനി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അല്ലേ? ഒന്നാം പഴശ്ശി എന്ന് കേൾക്കുമ്പോൾ ഒരു 7ൻ്റെ കലിപ്പാണ് അല്ലേ? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? 1797 ഉണ്ടോ? 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. അടുത്തത്, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ റാങ്ക് ഫെയിലാണ്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? ഏത് കലാപം? അഞ്ചുതെങ്ങ് കലാപം. ഇതാണിത്, അഞ്ചുതെങ്ങ് കലാപം അല്ലേ? തെങ്ങിലാണ് കുരുമുളക് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം കിട്ടും. നെക്സ്റ്റ്, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം അല്ലേ? പഴശ്ശി വിപ്ലവം, പുരളിമല. അടുത്തത്, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 34 അല്ല, 32. ഓക്കെ, 32 അല്ലേ? 2 കൂടെ ഉണ്ടാകും, 32. മനുഷ്യരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. മനുഷ്യരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണത്? കരളിലാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അനൈച്ഛികം, മെഡുല്ല ഒബ്ലോങ്കറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്ത് നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വിറ്റമിൻ എച്ച് ഏതാണ്? ബയോട്ടിൻ. സഹർ ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രി ഏതാണ്? സഹർ ടെലിമെഡിസിൻ അതാണ് അപ്പോളോ ഹോസ്പിറ്റൽ. സഹത് ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അല്ലേ? അത് നോക്കി വെക്കുക. സഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യത്തെ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. ഓക്കെ. റേച്ചൽ കേഴ്സൻ്റെ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലൂടെ അതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? DDT. റേച്ചൽ കേഴ്സൺ സൈലന്റ് സ്പ്രിംഗ് ഓർക്കുക, DDT ഓർക്കുക കേട്ടോ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണങ്ങൾ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ആരാണ്? നിർണായക പങ്ക് വഹിക്കുന്ന ആരാണ്? ഇലക്ട്രോൺസ് ആണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയരാണ്? കലാമിൻ സിങ്കിൻ്റെ അയരാണ്. ഭാവിയിലെ ഇന്ധനം ഇവിടെ ഏതാണ്? ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ ആയിരിക്കും അല്ലേ? ബാത്തിങ് സോപ്പ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് ബാത്തിങ്ങിന്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞതിന് സാധിക്കാത്ത മൂലകം. സാധിക്കാത്ത ആരാണ്? ഓക്സിജൻ. പ്രവർത്തിച്ചു ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ചൊരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ഏതാണ്? സ്ഥാനമാറ്റം എന്ന് പറയുന്നത് ചലനം എന്നാണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? എത്ര അവസ്ഥ ദ്രവ്യത്തിനുണ്ട്? മാക്സിമം
അവസ്ഥ ഇപ്പോൾ 1 ന്യൂട്ടൺ ജൂൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാണ്? 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. എത്രയാണത്? 10⁵ ഡൈൻ. 10⁵ ഡൈൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഓൾസോ സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? അറിയാം, പ്ലൂട്ടോ. ഓക്കെ, ഇനിയുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിങ്ങനെ ഇട്ടേക്കാം, നിങ്ങൾക്കത് ഒന്ന് നോക്കിയെടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.